ഒരു യാത്രയിൽ തന്നെ ഒരൊറ്റ വിസയുടെ മാത്രം പിൻബലത്തിൽ ലോകോത്തര നിലവാരമുള്ള നഗരങ്ങളും സമ്പന്നമായ ചരിത്രവും അതിമനോഹരമായ മരുഭൂ തീരദേശ കാഴ്ചകളും സ്വന്തമാക്കാൻ കഴിഞ്ഞാലോ? ഗൾഫ് മേഖലയിലെ യാത്രാനുഭവങ്ങളെ അടിമുടി പരിവർത്തനം ചെയ്യാൻ പോകുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ. വിവിധ വിസകളുടെ നൂലാമാലകളില്ലാതെ ഒമാൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ 6 രാജ്യങ്ങളിലേക്ക് തടസ്സമില്ലാത്ത പ്രവേശനം അനുവദിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്ന പേരിലായിരിക്കും ഈ വിസ അവതരിപ്പിക്കുക. ഈ നീക്കം എന്തിനാണ് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. ഇതെങ്ങനെ യാത്രാ ടൂറിസം മേഖലയെ മാറ്റിമറിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. GCC രാജ്യങ്ങൾ ദീർഘകാലമായി സ്വപ്നം കണ്ടിരുന്ന ഒന്നാണ് മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്നത്. എണ്ണയെ ആശ്രയിച്ചുള്ള വരുമാനത്തിൽ നിന്ന് മാറി ടൂറിസം, വിനോദം തുടങ്ങിയ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടത് അനിവാര്യമായി തീർന്നു. ഇതിനുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ഈ ഏകീകൃത വിസ. യൂറോപ്പിലെ ഷെങ്കൻ വിസയുടെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1985 നിലവിൽ വന്ന ഷെങ്കൻ കരാർ യൂറോപ്യൻ യൂണിയനിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. ഒരൊറ്റ വിസയിൽ 27 രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ സംവിധാനം യൂറോപ്പിലെ ടൂറിസം മേഖലയ്ക്ക് നൽകിയ ഉത്തേജനം ചരിത്രമാണ്. സമാനമായ ഒരു മാജിക് ഗൾഫ് മേഖലയിലും ആവർത്തിക്കാനാണ് GCC ലക്ഷ്യമിടുന്നത്. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉൾപ്പെടുന്ന 6 രാജ്യങ്ങൾക്കും അവരുടേതായ സവിശേഷമായ ആകർഷണങ്ങളുണ്ട്. UAEയും ഖത്തറും ആധുനിക വാസ്തുവിദ്യയുടെയും ആഡംബരത്തിന്റെയും ലോകോത്തര കായിക വിനോദ പരിപാടികളുടെയും കേന്ദ്രമായി ശ്രദ്ധേയമാകുമ്പോൾ സൗദി അറേബ്യ പുരാതന ചരിത്രശേഷിപ്പുകൾ, ആത്മീയ കേന്ദ്രങ്ങൾ കൂടാതെ അതിവേഗം വളരുന്ന പർവ്വത തീരദേശ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. അതേസമയം ഒമാനും ബഹ്റൈനും പൗരാണിക കോട്ടകൾ, പച്ചപ്പ്, പരമ്പരാഗത അറബ് സംസ്കാരം എന്നിവ നിലനിർത്തുന്നു. കുവൈത്ത് ആകട്ടെ സാംസ്കാരിക കേന്ദ്രങ്ങളും ചരിത്രപരമായ പ്രധാന ഇടങ്ങളും കൊണ്ട് യാത്രികരെ ആകർഷിക്കുന്നു. നിലവിൽ ഓരോ രാജ്യത്തേക്കും പോകാൻ പ്രത്യേകം വിസകൾ എടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിന് വലിയ ചെലവും സമയവും ആവശ്യമാണ്. എന്നാൽ പുതിയ വിസ വരുന്നതോടെ ഈ കടമ്പകളെല്ലാം ഇല്ലാതാവുകയാണ്. സഞ്ചാരിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. യാത്രാ ചെലവിലെ ലാഭമാണ്. ഇന്ന് 6 രാജ്യങ്ങൾ സന്ദർശിക്കാൻ 6 വിസകൾ വേണ്ടി വരുന്നവർക്ക് ഭീമമായ തുക ഒഴിവാകും. ഇതിലൂടെ വിസ ഫീസ് ഇനത്തിലും അനുബന്ധ ചെലവുകളിലും സഞ്ചാരിക്ക് വലിയ ലാഭമുണ്ടാക്കാൻ കഴിയും. ഈ ലാഭം യാത്രാനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉപയോഗിക്കാം. 2. സമയം ലാഭിക്കൽ. ഓരോ രാജ്യത്തിൻ്റെയും വിസ നടപടിക്രമങ്ങൾക്കായി ചെലവഴിക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം. വിസ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഉടൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുമെന്നും എളുപ്പത്തിൽ അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ക്രമീകരണമെന്നും അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് യാത്രികന്റെ സമയം ലാഭിക്കുകയും യാത്ര ആസൂത്രണം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഒരൊറ്റ വിസയിൽ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് യാത്രയുടെ മൊത്തത്തിലുള്ള അനുഭവം മെച്ചപ്പെടുത്തും. ഉദാഹരണത്തിന്, ദുബായിൽ നടക്കുന്ന ഒരു കായിക മത്സരം കണ്ട ശേഷം മണിക്കൂറുകൾക്കകം റോഡ് മാർഗം സൗദിയിലെ അൽ ഉലയിലെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ എളുപ്പമാകും. യാത്രാ പദ്ധതികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. GCC രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെയും ഈ വിസ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ ഒരു ഗൾഫ് രാജ്യത്ത് താമസിക്കുന്ന പ്രവാസിക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കണമെങ്കിൽ പ്രത്യേക വിസ എടുക്കേണ്ടതുണ്ട്. പുതിയ വിസ വരുന്നതോടെ ചുരുങ്ങിയ ചെലവിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളെ മറ്റ് GCC രാജ്യങ്ങളിലെ വിനോദ കേന്ദ്രങ്ങൾ കാണിക്കാൻ അവർക്ക് സാധിക്കും. ഇത് ആഭ്യന്തര ടൂറിസത്തെയും ശക്തിപ്പെടുത്തും. സാമ്പത്തികവും നയപരവുമായ നേട്ടങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനം. യാത്രകൾ ലളിതമാക്കുന്നതോടെ കൂടുതൽ വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ രാജ്യങ്ങൾക്ക് സാധിക്കും. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ട്രാൻസ്പോർട്ട്, റീറ്റെയിൽ തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾക്ക് ഉത്തേജനം നൽകും. പുതിയ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇത് GCC രാജ്യങ്ങളുടെ GDP വളർച്ചയ്ക്ക് നിർണായകമാകും. ഒരു രാജ്യം മാത്രം സന്ദർശിക്കാൻ വരുന്ന സഞ്ചാരി ഒറ്റയടിക്ക് 6 രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യും. GCC രാജ്യങ്ങളെ ഒരു ഏക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താനും ഈ വിസ സഹായിക്കും. ഇതുവരെ ഓരോ രാജ്യവും പ്രത്യേകം വിപണനം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇനി മുതൽ ഗൾഫ് എന്ന പേരിൽ ഒരു ഒറ്റപ്പെട്ട ലക്ഷ്യസ്ഥാനമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാം. ഒരു വലിയ ടൂർ ഓപ്പറേറ്റർക്ക് 15 ദിവസത്തെ ഗൾഫ് പര്യടനം എന്ന പാക്കേജ് എളുപ്പത്തിൽ ആസൂത്രണം ചെയ്ത് അത് വിൽക്കാനും അവസരമൊരുക്കും.
നയതന്ത്രപരമായ സഹകരണം, വിസ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംയുക്തമായി പൂർത്തിയാക്കുന്നതിലൂടെ GCC അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സഹകരണവും വിശ്വാസ്യതയും വർദ്ധിക്കും. സാമ്പത്തിക സഹകരണത്തിൽ നിന്ന് ടൂറിസം സുരക്ഷാ സഹകരണത്തിലേക്ക് കൂട്ടായ്മ വളർത്തുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണിത്. ചരിത്രവും ആധുനികതയും ഒരുപോലെ അനുഭവിക്കാൻ അവസരം നൽകുന്ന ഈ വിസ മേഖലയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കുമെന്നതിൽ സംശയമില്ല.